ചിക് 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 ചിറകിൽ ഹവ ഹവ ചന്ദാമാമ കൈത്തുടി താളം തട്ടി തുടങ്ങി ഒരു കാലത്ത് ഹിറ്റ് പാട്ടുകൾക്ക് ഹരം പകർന്ന നടൻ വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ഗെറ്റപ്പിൽ ദേവദൂതർ പാടിയെന്ന ഗാനത്തിന് ചുവട് വെച്ചപ്പോൾ ആരാധകർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഉത്സവ പറമ്പിൽ ടോൺ ഡൗൺ ചെയ്ത് വെപ്പുപല്ലുമായി കൊഴുമൽ രാജീവ് എന്ന കള്ളനായി കുഞ്ചാക്കോ ബോബൻ മാറിയപ്പോൾ അയാൾ എത്ര ശ്രമിച്ചിട്ടും അകന്നുപോകാത്തൊരു ഹീറോ ബിംബത്തിനു മേൽ പതിഞ്ഞ മാറ്റത്തിന്റെ മറ്റൊരടയാളമായി അതും. ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ അമൽ നീരദ് ചിത്രം മോഗൻവില്ലയിലെ റോയ്സ് അയാളുടെ എല്ലാ നായക ഭാവങ്ങളെയും തകർത്തെറിഞ്ഞു. ഭീമന്റെ വഴിയിലെ ഭീമൻ എന്ന സഞ്ജുവും പടയിലെ രാകേഷും അറിയിപ്പിലെ ഹരീഷും ചാവേറിലെ അശോകനുമെല്ലാം കഴിഞ്ഞ ചുരുക്കം വർഷങ്ങൾക്കിടയിൽ അയാൾ തന്റെ പെർഫോമൻസ് ഗ്രാഫിൽ ഹൈലൈറ്റ് ചെയ്തു നിർത്തിയ കഥാപാത്രങ്ങളായിരുന്നു. അടുത്തത് എന്തു ചെയ്യുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനാവുന്നതിനപ്പുറത്തേക്ക് കഥാപാത്രങ്ങളുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നനാവുകയാണ് ചാക്കോച്ചൻ എന്ന കുഞ്ചാക്കോ ബോബൻ. അറിഞ്ഞോ അറിയാതെയോ മലയാള സിനിമയിൽ ഒരു മാറ്റം കൊണ്ടുവന്ന ധാരാളം സിനിമകളുടെ ഭാഗമാവാൻ ഭാഗ്യം ലഭിച്ചയാളാണ് ഞാൻ. അഞ്ചാം പാതിരയാണെങ്കിലും ട്രാഫിക് ആണെങ്കിലും അനിയത്തി പ്രാവാണെങ്കിലും മലയാള സിനിമയ്ക്ക് ഒരു ഷിഫ്റ്റിംഗ് വരുമ്പോൾ അതിനാധാരമായ സിനിമകളുടെ ഭാഗമാവാൻ ഭാഗ്യം ലഭിച്ചയാൾ. മാറ്റങ്ങൾ ഓരോന്നും പരീക്ഷിച്ചു മുന്നേറുന്ന കുഞ്ചാക്കോ ബോബൻ എന്ന ഭാഗ്യവാന് അതിന് കരുത്തേകാൻ തക്കതായ കഥാപാത്രങ്ങളും ഓരോ കാലഘട്ടത്തിനും കൂട്ടിനെത്തിയിട്ടുണ്ട്. മലയാള സിനിമ അതിന്റെ താളം തെറ്റിച്ച് മുന്നോട്ട് പോയപ്പോൾ അതിനൊത്ത് കളം മാറ്റി ചവിട്ടാൻ അയാൾ മനഃപൂർവ്വമായ ശ്രമങ്ങളാണ് നടത്തുന്നത്. ഒരു ചോക്ലേറ്റ് ബോയ് ഇമേജിനെ സ്വയം തച്ചുടച്ചുകൊണ്ടാണ് കുഞ്ചാക്കോ ബോബൻ എന്ന നടൻ മലയാള സിനിമയിൽ തന്റെ സ്ഥാനം എഴുതി ചേർക്കുന്നത്. നായാട്ടിന് ശേഷം വീണ്ടും ഒരു ഷായി കബീർ തിരക്കഥയിൽ ഹരിശങ്കറായി കുഞ്ചാക്കോ ബോബൻ എത്തുമ്പോൾ അയാളുടെ കരിയറിലെ മറ്റൊരു ഗംഭീര പ്രകടനമായി അത് മാറുന്നുണ്ട്. അയാൾ ഒരു പോലീസ് ഓഫീസർ മാത്രമല്ലല്ലോ, ഒരു അച്ഛൻ കൂടെയല്ലേ എന്ന എംപതൈസിംഗ് പോയിന്റിൽ നിന്നും ക്ഷണവേഗത്തിൽ ഹരിശങ്കർ പ്രേക്ഷകരെ സീറ്റിന് അറ്റത്ത് പിടിച്ചിരുത്തി സിനിമ കാണിക്കുന്നുണ്ട്. ഒരു ട്രോമയിൽ നിന്നും സ്ലോലി റിക്കവറായി എത്തുന്ന അയാളെ ഉടനീളം ഹോണ്ട് ചെയ്യുന്ന ഓർമ്മകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ടൂളാക്കുന്നത് കണ്ണുകളും ഇറുകിപ്പിടിക്കുന്ന മുഖത്തെ പേശികളുമാണ്. ജയശങ്കർ ഒരേ ഒരു ഷെയ്ഡിൽ വന്നു പോവുകയല്ല, ഒരു ക്രൈം സീനിൽ നിന്നും കിട്ടുന്ന തെളിവുകളെ പരസ്പരം കണക്ട് ചെയ്തു മെനയുന്ന കഥയിലൂടെ സ്വയം തിരുത്തപ്പെടുന്ന പോലീസുകാരനാണ് അയാൾ. പ്രേക്ഷകർക്ക് ആരാധനയും അടുപ്പവും തോന്നിക്കുന്ന നിഷ്കളങ്കനായ ചോക്ലേറ്റ് പയ്യൻ ഇമേജിൽ നിന്നും അയാൾ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് ഫെയ്ഡായി തുടങ്ങുകയായിരുന്നു. അനിയത്തി പ്രാവ്, നക്ഷത്ര താരാട്ട്, മയിൽപീലിക്കാവ്, പ്രേ പൂജാരി, നിറം തുടങ്ങി തുടരെ വന്ന സിമിലർ ഫോർമാറ്റ് ചിത്രങ്ങളിൽ അയാൾ ചിരി പൊട്ടിച്ചെങ്കിലും ആവർത്തന വിരസത സ്വയം ചലഞ്ച് ചെയ്യാൻ അയാളുടെ നടനെ നിർബന്ധിതനാക്കി. 2000ത്തിന്റെ തുടക്കത്തിൽ കിട്ടിയ കയ്യടി പതിയെ നിശബ്ദമായ കാലത്താണ് മലയാള സിനിമയുടെ മുഴുവൻ രീതികളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് രാജേഷ് പിള്ള ചിത്രം ട്രാഫിക് എത്തിയത്. ട്രാഫിക്കിലെ ഏബൽ അയാളെ നായകനായും വില്ലനായും നിസ്സഹായനായ ഒരു ഭർത്താവായും ഒരേ സമയം പ്രസന്റ് ചെയ്തു. പക്ഷേ വീണ്ടും റോം കോമുകളിലെ സ്ഥിരം കാമുക നായകനായി കുഞ്ചാക്കോ. 2014 മഞ്ജു വാര്യർ മടങ്ങിവരവ് നടത്തിയ ഹൗ ഓൾഡ് ആർ യുവിലെ വില്ലത്തരമുള്ള രാജീവും റോഷൻ ആൻഡ്രൂസിന്റെ സ്കൂൾ ബസ്സിലെ പോലീസ് വേഷവും മാറ്റം മടങ്ങിവരവിന് അത്യാവശ്യമെന്ന് തെളിയിച്ചിരിക്കണം. 2017 ശേഷമുള്ള കുഞ്ചാക്കോ ബോബൻ ചിത്രങ്ങളിൽ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിലും രൂപത്തിലും കഥയിലെ പരീക്ഷണങ്ങളിലും സൂക്ഷ്മമായ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലേക്കുള്ള മികച്ച തുടക്കമായി ടേക്ക് ഓഫിലെ ഷഹീദ്. 2019 നിപ്പ രോഗ പശ്ചാത്തലത്തിൽ ആഷിഖ് കപൂർ ഒരുക്കിയ വൈറസിലെ ഡോക്ടർ സുരേഷ് രാജൻ എന്ന കോംപ്ലിക്കേറ്റഡ് കഥാപാത്രത്തെ ഒതുക്കത്തിലാണ് അയാൾ വരച്ചിട്ടത്. മാസങ്ങളുടെ വ്യത്യാസത്തിൽ അഞ്ചാം പാതിരയും. കൊറിയൻ ത്രില്ലറുകൾ പോലെ മൾട്ടി ലെയേർഡ് സൈക്കോളജിക്കൽ ത്രില്ലറുകൾ പരീക്ഷിക്കാൻ ഊർജം നൽകുകയായിരുന്നു ആ ചിത്രം. അനിയത്തി പ്രാവിൽ തുടങ്ങി ഇന്നോളം നീണ്ട കരിയറിൽ കുഞ്ചാക്കോ ബോബൻ നടത്തുന്ന പരീക്ഷണങ്ങൾക്ക് മലയാള സിനിമയിൽ കൃത്യമായൊരു സ്ഥാനം ഉണ്ടായിട്ടുണ്ട്. കാലം കൊത്തിയെടുത്ത കലാകാരനിൽ ഇന്ന് കഥാപാത്രത്തിന്റെ നായകത്വത്തിനോ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന ഇമേജിനോ സ്ഥാനമില്ല. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ ശരിയും തെറ്റുമല്ലാത്ത നായകനും വില്ലനും അല്ലാത്ത ഹരിശങ്കറിലേക്ക് എത്തുമ്പോൾ കുഞ്ചാക്കോ ബോബൻ നൽകുന്ന ഗ്യാരണ്ടിയിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷയുണ്ട്. ഒരു മഹേഷ് നാരായണൻ ചിത്രത്തിലേക്ക് മലയാളത്തിന്റെ ബിഗ് എമ്മുകൾക്കൊപ്പം ആ നടൻ എളിമയോടെ നിവർന്നു നിൽക്കുന്നത് പലവട്ടം നീന്തിക്കയറിയ തോൽവികളുടെ പിൻബലത്തിലാണ്.